നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ ലഭ്യമായിരിക്കുന്ന ഒരു പിടി അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു അംബീഷ്യസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ അത് ടെക്നോളജി മാത്രമല്ല. ടെക്നോളജി മേഖലയിൽ ഒരുപക്ഷെ ആപ്പ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്പേഴ്സ് പോലെയുള്ള അവസരങ്ങൾ, UX ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയുള്ള അവസരങ്ങൾ മാത്രമല്ല, ക്രിയേറ്റീവായിട്ടുള്ള അവസരങ്ങൾ. ഉദാഹരണത്തിന് വീഡിയോ എഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ഗെയിം ഡിസൈനേഴ്സ്, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, ഇതൊന്നും അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ്, കോച്ചസ്, മോഡൽസ്, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന, അതും വർക്ക് ഫ്രം ഹോം ആയിട്ട് ഒക്കെ ലഭ്യമായിരിക്കുന്ന, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന ഒരുപിടി അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ അവസരങ്ങൾ നമുക്കൊരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ആ എക്സ്പേർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു അംബീഷ്യസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആസ്പയറിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനുള്ള ഒരു നല്ലൊരു പ്രൊജക്റ്റാണ് BMSU എന്നുള്ളത്. എന്താണ് ഈ BMSU? എന്താണ് ഇവിടെ നമുക്കുള്ള അവസരങ്ങൾ? കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് മലയാളികൾക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ PP വിജയൻ സാർ, വെൽക്കം ടു കരിയർ പാത്വേ. സാറിന് ഒരു ഇൻട്രഡക്ഷനൊന്നും ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. ഒരു സക്സസ് കോച്ചാണ്, ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റാണ്, അതിലൊക്കെ ഉപരി ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്. നമ്മുടെ മനസ്സിൻ്റെ അപാരമായ ശക്തി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ BMSU എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരം നമ്മളുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യുവാണ്. സാർ, എനിക്ക് ആദ്യം തന്നെ ഈ BMSU എന്താണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ? ഓക്കെ, ഞാൻ കഴിഞ്ഞ 17 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നൊരു ക്ലാസ്സാണ് ദ ബില്യണയർ മൈൻഡ് സെറ്റ്. ഓക്കെ. അപ്പം ബില്യണയർ മൈൻഡ് സെറ്റിനെ ഷോർട്ടാക്കിയിട്ടാണ് BMS എന്ന് പറയും. ഓ റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പുതിയ വെഞ്ചർ, നേരത്തെയുള്ള കമ്പനികളൊക്കെ കൂടാതെ ഓക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്ലോബലി പ്രവർത്തിക്കാനായിട്ടൊരു ദ ബില്യണയർ മൈൻഡ് സെറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതാണ് BMS. അതെ. ഓക്കെ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാക്കി മാറ്റാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി. ഓക്കെ. ഓക്കെ. അപ്പോൾ അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതെന്താണ് എന്നൊരു അല്പം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഈ ദി ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോജക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആന്ത്രപ്രണറെ എടുത്ത ബിസിനസ് സെലക്ട് ചെയ്യുന്നത് മുതൽ, ഓക്കെ, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് മുതൽ, പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നത്, ഫണ്ട് എടുക്കുന്നത്, ശരി, ഇത് മുതൽ ഇതിനെല്ലാം നമ്മൾ പഠിപ്പിച്ച് അവരെ കൊണ്ട് അവർക്കൊരു എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ. അപ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ അത് പ്രോഗ്രാം ചെയ്ത് കൊടുത്ത് ആ രീതി പൊയ്ക്കൊണ്ടിരുന്നതാണ്. ശരി. അപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ ഈ 100 crores അച്ചീവ് ചെയ്തിട്ടുള്ളത് ശരി. ഓക്കെ. ഓൾറെഡി തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ട്രെയിനിങ് എടുത്ത് ഞാൻ ഒരുപാട് ട്രെയിനിങ്, ആയിരക്കണക്കിന് ട്രെയിനിങ് എടുത്ത. ഓക്കെ. ഒരു 66 രാജ്യങ്ങളിൽ എടുത്ത. ശരി. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഫിസിക്കലി പോകാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓ റൈറ്റ്. ഓക്കെ. തന്നെയല്ല, നമുക്ക് സമയം വെക്കുമ്പോഴത്തേക്കും പല ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാർ ഫുൾ പൈസ അടച്ചിട്ടേക്കുമായിരിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം അവർക്ക് വരാൻ പറ്റത്തില്ല, അടുത്ത പ്രാവശ്യം വരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മൊബൈലിലേക്ക് ഒതുങ്ങാം. ഓക്കെ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സകല കാര്യവും നമ്മളിപ്പോൾ ദുബൈയിൽ ലൈഫ് ലൈൻ, നമ്മുടെ കമ്പനിയുടെ പേര് ബേസിക് കമ്പനി ലൈഫ് ലൈൻ ഇന്ത്യ എന്നാണ്. ഓക്കെ. ലൈഫ് ലൈൻ MCS ഇന്ത്യ ഓൾറെഡി ദുബൈയിലും ഉണ്ട്. ഓ റൈറ്റ്. ഓക്കെ. ഓക്കെ. അപ്പം അവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. ഓക്കെ. അപ്പം ഇപ്പം നമ്മളാക്കുന്നത് ഈ നെയിമിൽ തന്നെ ദ ബില്യണയർ മൈൻഡ് സെറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന നെയിമിൽ തന്നെ ഒരു വലിയ കോർപ്പറേറ്റ് ആയി. ഓ റൈറ്റ്. ഓക്കെ. അപ്പം അത് ഓൾറെഡി തന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അതിന് ഇനി നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. അപ്പം എൻ്റെ ഫേസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരേ വിഷയം വിവിധങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും പല ട്രെയിനേഴ്സ് സെയിം കാര്യം പ്രസന്റ് ചെയ്യുന്നതായിട്ട്. ഓ ശരി. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കൂടുതലും AI ആയിരിക്കും. അപ്പം ഒരു ക്ലാസ് ഒരു അധ്യാപകൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ തന്നെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്ന AIയുടെ സഹായത്തോടു കൂടി, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ നമ്മളൊരു
അവതാർ ക്രിയേറ്റ് ചെയ്യും, അവതാറിലൂടെ വരും. ഓ ശരി. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന പ്രോബ്ലം ഓരോരുത്തരുടെ പ്രോബ്ലം ഓരോന്നാണ്. ഓ റൈറ്റ്. അപ്പോൾ ആ പ്രോബ്ലത്തിനും ഈ പറഞ്ഞതുപോലെ AI സംസാരിക്കുമ്പോൾ AI സെലക്ട് ചെയ്ത് കൊടുക്കും. ഓ റൈറ്റ്. പ്രോഗ്രാം എല്ലാം നമ്മൾ ബാക്ക് എൻഡിൽ ചെയ്തിട്ടേക്കാം. 400 മുതൽ 800 വരെയുള്ള പ്രോഗ്രാം വീഡിയോസ് കാണും. ഓ ശരി. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് AI മാറ്റി കൊടുക്കും. ഓ റൈറ്റ് റൈറ്റ്. അത് നമ്മൾ 15 ലാംഗ്വേജിലാണ്, ലോകത്തിലെ മേജർ ലാംഗ്വേജുകളിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ AI മെൻറ്ററുണ്ട്. ഓ റൈറ്റ്. അപ്പം മെൻറ്റർ ഒരാളുടെ ആവശ്യം അനുസരിച്ച് ഇങ്ങനെ ചോദിച്ചെന്തായി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻപുട്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അതിനകത്ത് ഇരുന്ന് ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ. അപ്പോൾ തന്നെയല്ല, ഇത് എന്തൊക്കെ അവസരങ്ങളുണ്ടെന്നും കൂടെ ഇടയ്ക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം ഇമ്പോർട്ട് ചെയ്യുന്നില്ല, ഇല്ല എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു കാര്യം, ഞാൻ സാർ 15 ഭാഷകളെന്ന് പറഞ്ഞു, അത് ഇന്ത്യൻ അല്ലല്ല, ഇന്ത്യൻ ഭാഷയിൽ മലയാളം ആസച്ചില്ല. കാരണം മലയാളം ഓൾറെഡി തന്നെ ഈ സെയിം പ്രോഗ്രാം ഉണ്ട്, മലയാളത്തിൽ ഓൾറെഡി ഉണ്ട്, എക്സിസ്റ്റിംഗ് പ്രോഗ്രാം ഉണ്ട്. ഡിജിറ്റലായിട്ടും ഉണ്ടോ അതോ ഡിജിറ്റലായിട്ട് എല്ലാ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും ഓൾറെഡി തന്നെ ഡിജിറ്റലായിട്ട് ആൾക്കാർക്ക് ഓൺലൈനിൽ കോഴ്സ് എടുക്കാം. ഇപ്പം മലയാളത്തിലുള്ള പ്രോഗ്രാം ഞാൻ തന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, ഓൾറെഡി റണ്ണിങ് ആണ്. ശരി. പക്ഷേ ഹിന്ദിയിലെ പ്രോഗ്രാം ഉണ്ട്, ചൈനീസിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, ജപ്പാനീസിലുണ്ട്. അപ്പം അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റാണ് ലക്ഷ്യം. അതെ, ഗ്ലോബൽ മാർക്കറ്റാണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഒരു ബിസിനസ്, ഒരു ബില്ലേനിയർ മൈൻഡ് സെറ്റ് ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള കോഴ്സുകളാണിത് മുഴുവനും. ഇതിന് വേണ്ടിയിട്ട് മാത്രം, അതായത് ഒരു 100 crores ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ. ഇപ്പോൾ ലോകത്തിലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മളെപ്പോഴും ട്രെയിനേഴ്സ് പറയാറുള്ളത് 1% ആൾക്കാർ സക്സസ്ഫുൾ എന്നല്ലേ. 99% ആൾക്കാർ സക്സസ്ഫുൾ അല്ല, 1% ഫിനാൻഷ്യലി സക്സസ്ഫുൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതും ശരിയല്ല. അങ്ങനെ സക്സസ്ഫുൾ ആകണമെങ്കിൽ 8 കോടി ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ എന്താണ് 100 crores മുകളിലുള്ളവർ വേണം. ശരി. ഓക്കെ. അപ്പോൾ 100 crores എന്ന് പറയുമ്പോൾ നമ്മൾ US ടേംസിൽ എടുക്കും 12 മില്യൺ വരും. അപ്പോൾ 12 മില്യണെങ്കിലും ആസറ്റ്സ് ഉള്ളവർ ലോകത്തിൽ മൊത്തം 60 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ഓ ശരി. ഓക്കെ. എൻറ്റയർ ഗ്ലോബിൽ 60 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അപ്പം ഇവരെ ഇനി അവരുടെ എണ്ണം കൂട്ടാനായിട്ട്, അവരുടെ എണ്ണം കൂടുമ്പം ബാക്കിയുള്ളവർക്കെല്ലാം ജോലിയും സൗകര്യവും എല്ലാം കിട്ടുവാണ്. ഇപ്പൊ കേരളത്തിൽ നമുക്കിപ്പോൾ 14 ബില്യണേഴ്സ് ഉണ്ട് ഓൾറെഡി തന്നെ, ഗ്ലോബൽ ബില്യണേഴ്സ്. അത് നമ്മളൊരു 100 പേരായി കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കേരളത്തിന്റെ തന്നെ മൊത്തം ഡെവലപ്മെന്റ് ആണ്. അതെ, മൊത്തത്തിൽ മാറിപ്പോകും. ശരി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേറെ ഒരുപാട് കോഴ്സുകളൊക്കെ ഓൺലൈനിൽ കിട്ടാനുണ്ട്. പക്ഷെ ഇതിന് പകരമായിട്ട് വേറൊരു കോമ്പറ്റീഷനോ കോഴ്സോ ആസ് ഓൺ ടുഡേ ഇല്ല. അപ്പം ഒരു ബിസിനസ് ചെയ്യുന്ന ഏത് വിധത്തിലുള്ള ബിസിനസ് ആണെങ്കിലും അവർക്ക് പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു 400 മുതൽ 800 വീഡിയോയ്ക്കകത്ത്, വീഡിയോ മാത്രമല്ല ടെക്സ്റ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ഡിജിറ്റലായിട്ട് തന്നെ ഈ കാര്യങ്ങൾ അവർക്ക് സൗകര്യമുള്ള സമയത്ത് പഠിക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഡിഗ്രി വേണ്ട ആൾക്കാർക്ക് ഇതിൽ തന്നെ സംവിധാനമുണ്ട്. അവർക്ക് അത് ഇത് ചെയ്തിട്ട് ഇവാലുവേഷൻ കഴിഞ്ഞാൽ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തന്നെ MBAയും കൊടുക്കും. ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പം ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായത്തോടെ ഒരു വിവിധ ഭാഷകളിൽ വിവിധ ട്രെയിനേഴ്സ് ഇത് ഡെലിവറി ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ. അപ്പം നമുക്കറിയേണ്ടത് യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഈ ഒരു വലിയ ആശയത്തിൽ നിന്ന് എന്താണ് അവരുടെ അവസരം, അതൊന്ന് സാർ സൂചിപ്പിക്കാം. പ്രധാനമായിട്ട് പെട്ടെന്ന് അവസരം പറയാനുള്ളത്, ഇപ്പോൾ ഈ കോഴ്സുകളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, കോർഡിനേറ്റേഴ്സ്, കുട്ടികളെ ഡീല് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു അസൈൻമെന്റ് ബേസിൽ, ഫോർ എക്സാമ്പിൾ ഒരു 5 വീഡിയോ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ, അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഏറ്റെടുത്തിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് വേണേൽ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത്. എനിക്കൊരു ചോദ്യം, അവർക്ക് ഈ ബില്ലേനിയർ മൈൻഡ് സെറ്റിൻ്റെ കോണ്ടന്റ് അത് അറിയണമെന്നില്ലല്ലോ, ഫുള്ളി കൊടുക്കും. അത് നമ്മളുടെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ശരി. എന്താ സംസാരിക്കേണ്ടതെന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ. അതിനകത്ത് 5% വരെ അവർക്ക് അങ്ങോട്ടും മാറ്റാം. കാരണം സംസാരിച്ച് വരുമ്പോൾ ശൈലി വരും, അവരുടേതായ ഒരു ഇത്. അതെ. അപ്പോൾ അത് പ്രോംപ്റ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രോംപ്റ്ററിൽ അവർക്ക് നന്നായിട്ട് അത് അവതരിപ്പിച്ച് അതിനെ വീഡിയോ ആക്കി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത്. അപ്പോൾ AI സൗകര്യമുള്ള
യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കോളേജ് ആണെങ്കിൽ അവർക്ക് അവിടെ വെച്ചുകൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു പിന്നെ അതിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വരുമാനം കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അവർക്ക് കിട്ടുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരിക പല ജോലികളുണ്ട്. ഓക്കെ, ഇപ്പോൾ ജനറൽ മാനേജർ എന്ന് പറയുന്നത് ഇതെല്ലാം അസൈൻ ചെയ്യുകയും വാങ്ങിക്കുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട. ഓക്കെ, അത് നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല, എവിടെ ആയാലും മതി. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് കോർഡിനേറ്റേഴ്സ്, പിന്നെ നമുക്ക് ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ്, കോച്ചസ്, മോഡൽസ്, ചില കാര്യങ്ങൾ പറയാനായിട്ട് കോമ്പയറിങ്ങും മോഡലും ഒക്കെ ചെയ്യുന്ന. അപ്പം അതെല്ലാം നമുക്കൊരു പീസ് വർക്കായിട്ട് കൊടുത്തുകൊണ്ട്, പിന്നെ അത് കൂടാതെ നമ്മുടെ ഇ ലേണിങ്ങിനായിട്ട് പൊതുവെ വരുന്ന ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഉണ്ട്. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ വേണം. പിന്നെ അവതാർ AI വീഡിയോ ഉണ്ടാക്കാനായിട്ട് അതിന് ചില മിടുക്കന്മാരുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ അല്ല, ഒരു താല്പര്യം കയറി വേണം. അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നേ. ChatGPT ഒക്കെ പറഞ്ഞു തരും, അതായത് AI പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ ഉണ്ടാക്കിയ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട്, അപ്പം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പൊതുവെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഗെയിം ഡിസൈനേഴ്സ്, ഗെയിം ഡെവലപ്പേഴ്സ് നമുക്ക് വേണം. പിന്നെ ഇത് പ്രവർത്തിക്കുന്ന പല വിധത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. AI എനേബിൾഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, പിന്നെ ഡിജിറ്റൽ, അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവർ വേണം. അതും വേണം. അതെല്ലാം നമ്മുടെ GM കോർഡിനേറ്റേഴ്സും ഓരോരോ പാർട്ടായിട്ട് കൊടുക്കും. പണി തീരുന്നതനുസരിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ജിഗ് വർക്കർ എന്ന നിലയിൽ അവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്തു കൊടുക്കാം. അതിന്റെ പേയ്മെന്റ് ആയിരിക്കും അവർക്ക് പേയ്മെന്റ് കിട്ടുന്നത്. ഒരു ജിഗ് ഇക്കോണമി തന്നെ അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആപ്പ് ഡെവലപ്പേഴ്സിന് വേണം. ഓരോന്നും കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വേറെ വേറെ ആപ്സ് വേണം. അപ്പം അതുകൂടാതെ നമുക്ക് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ വേണം. അതുകൂടാതെ നമുക്ക് ക്ലൗഡിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതിനുള്ള സ്പെഷ്യലിസ്റ്റുകൾ വേണം. പിന്നെ നമുക്ക് ഇത് ആൾക്കാരിൽ എത്തിക്കണമല്ലോ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് വേണം. നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ, കേരളത്തിൽ കിട്ടുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ, പുറത്തുനിന്നുള്ളവരെ. പിന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വേണം. പിന്നെ ഇതിൻ്റെയൊക്കെ ആദ്യം അവസാനം കൊടുക്കാനായിട്ട് ഗ്രാഫിക് ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് വേണം. അതല്ലേ നമുക്ക് AI ആൻഡ് മെഷീൻ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടത്, അതല്ലേ നമുക്ക് സൈക്കോമെട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇതിൻ്റെ ഡെവലപ്പേഴ്സ് വേണം. ഇങ്ങനെ ഈ മേഖലയിൽ വരാവുന്ന വോയിസിനെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിനെ സിന്തസിസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആ മേഖലയിൽ എല്ലാവരും പെട്ടവർ വേണം. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഇതിനകത്തെ എക്സ്പേർട്സ് വേണോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണോ, അതോ ഫ്രഷർ ലെവലിലും പറ്റുമായിരിക്കുമോ? നല്ല ചോദ്യം ചോദിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമുക്കിപ്പോൾ ഈ എക്സ്പേർട്ടിനെ നമുക്ക് ഈ കോളേജുകളിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടും. അതല്ല അപ്വർക്കിൽ നമുക്ക് കിട്ടും. അപ്വർക്കിൽ കിട്ടും. ഫ്രീലാൻസർ പോലെയുള്ള പ്ലാറ്റ്ഫോംസ്, ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ തന്നെ കോർഡിനേറ്റേഴ്സ്, ഇപ്പോൾ എടുക്കുന്ന കോർഡിനേറ്റേഴ്സ് തന്നെ അത് കണ്ടെടുത്ത് ചെയ്തോളൂ. പിന്നെ അപ്വർക്കിൽ കിട്ടും. അതല്ലേ നമുക്ക് ഇതുപോലുള്ള ഓരോന്നിൻ്റെയും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവരെല്ലാം പേര് നമുക്ക് ലിങ്ക്ഡിനിൽ നിന്ന് കിട്ടും. അപ്പോൾ വർക്ക് വളരെ ബൃഹത്തായ ഒരു വലിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വർക്കാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ പലയിടത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ലെവൽ ഓഫ് സ്കിൽസ് ഉള്ളവരെ ഇതിനാവശ്യമാണ്. കീ സ്കില്ല് കിട്ടിയില്ല, കീ സ്കില്ല് നമ്മളിപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ബൈ ചെയ്യാം. അത് നമുക്ക് ഫോറിനേഴ്സിനെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിമ്യൂണറേഷൻ? അതായത് സാർ ഇടയ്ക്ക് എന്നോട് സൂചിപ്പിച്ചിരുന്നു ഇതിനകത്തൊരു ഇക്വിറ്റി വരെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ്? വർക്കിനെ ബേസ് ചെയ്താണോ, ഇക്വിറ്റി ആണോ, എങ്ങനെയാണ് ഇതിനിപ്പോൾ? ശരിക്കും പറഞ്ഞാൽ ഈ പീസ് വർക്കുകൾ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്ന അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു പീസ് വർക്ക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് ഡൽഹി, മുംബൈ, കൽക്കട്ട ഇവിടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിപ്പം പിന്നെ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റേറ്റും ആയിരിക്കും. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് കമ്പനീസ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ആ സെയിം വർക്ക് തന്നെ. ചിലപ്പോൾ നമ്മൾ കമ്പനി കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് ചിലപ്പോൾ കോളേജിൽ ചില മിടുക്കന്മാർ ചിലപ്പോൾ ഇത് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ചിലപ്പോൾ ചെയ്തു. ചെയ്താലും ഇപ്പം മോശമായി പോയാലും വീണ്ടും മാറ്റി കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ഒരുപാട് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ പീസ് വർക്കുകൾ ചെയ്യുന്നിടത്ത് സ്റ്റാൻഡേർഡ് ഒരു പേയ്മെന്റ് ആയിരിക്കും. പക്ഷെ അതുകൂടാതെ നമുക്ക് ഈ ഇതുണ്ടാക്കി നമ്മൾ നെറ്റിലിട്ട് ഇല്ല നമ്മുടെ ആപ്പിലിട്ടു അതുകൊണ്ട് മാത്രം തീരുമല്ല. അപ്പം ഇതിനകത്തൊരു ഈ ഒരു പ്രോജക്റ്റിന് തന്നെ ഡിജിറ്റൽ മെന്റേഴ്സ് ഉണ്ട്. ഓരോ ലാംഗ്വേജിലും, ചൈനീസിലാണേലും സ്പാനിഷിലാണേലും ഫ്രഞ്ചിലും ഇംഗ്ലീഷിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാത് ഭാഷ. അപ്പോൾ കോഴ്സ് ബൈ ചെയ്യുന്ന ആൾ തന്നെ ആദ്യമേ അവരുടെ ലാംഗ്വേജ്, പ്രിഫേർഡ് ലാംഗ്വേജ് ഇൻപുട്ട് ചെയ്യും. അപ്പം കോഴ്സിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും മെന്റർ ആ ലാംഗ്വേജിലായിരിക്കും.
ഓക്കെ. ഇതുകൂടാതെ നമുക്ക് ലോക്കലി ഓക്കെ. നമുക്ക് അവിടെ ട്രെയിനർ കാണാം. ട്രെയിനർ ആൻഡ് കോച്ച് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ. അപ്പോൾ ഈ ട്രെയിനർ ആൻഡ് കോച്ച് ഇപ്പോൾ നമുക്കിത് മൊബൈലിൽ തന്നെ ഇങ്ങനെ നമുക്ക് ആൾക്കാർക്ക് പഠിക്കേണ്ട സാധനങ്ങളെല്ലാം അവരുടെ ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് അവർ വളരെ കീനായിട്ട് വാച്ച് ചെയ്യും. ഓക്കെ. കാരണം ഇതെല്ലാം മണിയായിട്ട് മാറുന്നതല്ലേ. ശരി. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്യും. ഈ വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പക്ഷേ കോച്ചിന് കിട്ടുന്നത് കോച്ചിൻ്റെ പേര് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോച്ചായിട്ട് എടുത്തിട്ടുള്ളവർക്ക് അവർക്ക് ഈ ടീച്ചേഴ്സ് നോട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിക്കേണ്ട എന്താണ്, എന്ത് സ്റ്റോറിയാണ് പറയേണ്ടത്, ലോകത്തിൽ ലേറ്റസ്റ്റ് ഉണ്ടായിട്ടുള്ള കഥ എന്താണ്. സിമിലായിട്ട് ഇപ്പം ഡോർ ഡാഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇവിടുത്തെ സ്വിഗ്ഗിക്കൊക്കെ പകരം അമേരിക്കയിൽ ഇപ്പോൾ വലിയ ഇതാണ്. വീടുകളിൽ കൊണ്ടുവന്ന് വേണ്ട സാധനമെല്ലാം അപ്പം കൊടുത്തിട്ട് പോകും. ശരി. ഓക്കെ. അപ്പം വലിയ സംഭവമാണ്. ശരി. ഇല്ലെങ്കിൽ റോബിൻ ഹുഡ് എന്ന് പറയുന്ന കമ്പനി വലിയ ഹീറോയിൽ നിൽക്കുന്നതാണ്. ശരി. അപ്പം ഇങ്ങനെ അതാത് മേഖലകളിലുള്ള സംഭവങ്ങളെല്ലാം കോച്ചസിനും ട്രെയിനേഴ്സിനും അപ്പം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ മേഖല ഈ കോവിഡിന് ശേഷം ഒത്തിരി മാറി. ഈ ക്ലാസ് റൂം അല്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ശരി. ഓക്കെ. എത്ര വേണമെങ്കിലും പേ ചെയ്യും, 1-to-1 ആണ്. അപ്പോൾ കോച്ചിങ് ആണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ ഈ ആയിട്ടുള്ള കോച്ചിങ്. അതെ, ഇൻഡിവിജ്വലി. അപ്പോൾ ആ ബിസിനസ്മാനെ ഫോണിൽ വിളിച്ചിട്ടാണേലും കോച്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പം നമ്മൾ ഫിസിക്കൽ കോച്ചിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ രീതിയിൽ കൂടെ കിട്ടുന്ന ഡിജിറ്റൽ കോച്ചിങ്ങും ഉണ്ട്. അപ്പം അത് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ഫീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓരോ ക്ലയൻറ്റിന് നമ്മുടെ കോച്ചസിന് നേരിട്ട് ഫീസ് കിട്ടും. അതുകൂടാതെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ 100-150 ജോലിക്കാർ ജോലി ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അപ്പോൾ 20 പേർക്ക് വെച്ചില്ല 40 പേർക്ക് വെച്ചിട്ടൊരു കോർപ്പറേറ്റ് പ്രോഗ്രാം വെക്കണം. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ മേജർ റവന്യൂ കിട്ടുന്നത് നമ്മുടെ കോച്ചസിനും ട്രെയിനേഴ്സിനുമാണ്. അപ്പോൾ ഇത് ഈ ഒരാളായിട്ട് ഇപ്പം ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാരും മാത്രമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഓൾറെഡി 132 ട്രെയിനേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. ശരി. ഓക്കെ. അപ്പം അവർ മാത്രം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ടാസ്ക്കായി. ഇത് മൊത്തം ഒന്ന് ഇത് ചെയ്യുവാണെങ്കിൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു പ്രൊഫസർക്കാണെങ്കിലും IIM നിന്ന് റിട്ടയർ ചെയ്തൊരു പ്രൊഫസർക്കാണെങ്കിലും അദ്ദേഹത്തിന് എല്ലാ കാര്യവും അറിയാം. പക്ഷേ ഈ കൊടുക്കുന്ന സാധനം എല്ലാം ഉണ്ടാക്കിയെടുക്കണ്ടേ. ഈ കോണ്ടന്റ് ക്രിയേഷൻ അതെല്ലാം ഇതിൽ കിടക്കുവാണ്. അപ്പോൾ ഇത് കിടക്കുന്നത് തന്നെ എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ചാർജ് ചെയ്തതിൽ നിന്നും പിന്നെ ഇവർക്കും കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ കമ്പനിയിൽ ഇങ്ങനെയുള്ള നമ്മളുടെ കോച്ചസ് ആൻഡ് ട്രെയിനേഴ്സിന്, കാരണം അവരെ നമുക്ക് വൺ ടൈം അല്ല, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണി കഴിഞ്ഞു, ജോലി കഴിഞ്ഞ് പൈസ കിട്ടി തീർന്നു. പക്ഷെ നമ്മൾ കോച്ച് എന്നൊക്കെ പറഞ്ഞ് 10-20 വർഷം കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് ആ ബിസിനസ്മാനുമായിട്ടുള്ളൊരു ഭയങ്കരമായ മെൻ്റൽ റിലേഷൻഷിപ്പ് വേണ്ടതാണ്. അപ്പോൾ ഈ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യമേ തന്നെ വന്ന് ഇതിനകത്തോട്ട് മുന്നോട്ട് വരുമ്പം അവർക്ക് തന്നെ ഈ കമ്പനിയിൽ നമ്മൾ സ്റ്റേക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ ഈ കമ്പനി നടത്തുന്നതും അവരായിരിക്കും. അങ്ങനത്തെ ഒരു വലിയ പ്രോബ്ലം വരുന്നത് വെച്ചാൽ നടത്തിപ്പുകാരും ഇല്ലാതായി കഴിഞ്ഞാൽ ആരിത് കൊടുക്കും എന്നൊരു പ്രശ്നം വരും. അപ്പോൾ പക്ഷേ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുവാണെങ്കിൽ ഇത് നെവർ എൻഡിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമൊക്കെ ഇവർ ഉൾപ്പെടുത്തി. അപ്പം ഒരു സെറ്റ് ഓഫ് ജോബ്സിന് ആ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകമാണ്. വേറെ കുറേ ജോബ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു ഇക്വിറ്റിയും കൂടെ ലഭിക്കുന്നു, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണം, ഒന്ന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രോസസ്സ്? നമ്മളിപ്പം പിന്നെ ഇൻസെപ്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യവും ഫുള്ളായിട്ട് പഠിക്കണം. നമ്മളിപ്പം അതുകൊണ്ട് ആൾക്കാരുടെ ലാംഗ്വേജും ഒത്തിരി ന്യൂട്രലൈസ് ചെയ്യേണ്ടതാണ്. ലാംഗ്വേജൊക്കെ മിക്കവാറും പേർക്കെല്ലാം ഉണ്ട്, തന്നെയല്ല ഇത് പ്രോംപ്റ്ററിലൊക്കെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ലാംഗ്വേജ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ കൊച്ചിയിൽ വെച്ച് ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. അപ്പം ആ പ്രോഗ്രാം കഴിഞ്ഞു പോയിട്ടാണെങ്കിലും പിന്നെ അതുപോലെ വേറെ അടുത്ത ഇതുണ്ടാകും, ദുബൈയിൽ വെച്ചുണ്ടാകും. അപ്പോൾ ഓൾറെഡി പഠിപ്പിച്ചൊക്കെ പരിചയമുള്ള, ഇതിപ്പം നമ്മുടെ ദുബൈയിലൊക്കെ ഒരുപാട് GCCയിലൊക്കെ ഒരുപാട് അധ്യാപകരുണ്ട്, മലയാളികളായിട്ടുള്ള പല സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് പല സ്ഥാപനങ്ങളിൽ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പം അവരൊക്കെ കംപ്ലീറ്റ് അവിടെ തന്നെ ആ ഒരു എൻവയറമെൻറ്റ് മാത്രമായിട്ട് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. പക്ഷെ അവർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടുത്തെ ബിസിനസ്സുകളെ ഈ കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു ജോലിയുടെ കൂടെ തന്നെ അവിടെയുള്ള ബിസിനസ്സുകളെ പൊക്കിക്കൊണ്ടുവരാനായിട്ട്. അപ്പം യൂണിവേഴ്സിറ്റീസിനും കോളേജിനും ഒരു ബിസിനസ്സിനെ വിജയിപ്പിക്കുന്ന ഒരു റെലവൻസും കൂടെ ആവും. ബി സ്കൂളാണ്, പക്ഷേ ഇങ്ങനെ റിലവൻസുമാണ്. പക്ഷേ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൂടാതെ നമ്മൾ ഈ ഒരു ട്രെയിനർ കോച്ച് എന്ന് പറയുന്ന ഒരു ഓണറേറിയം ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡറാണ്. ഡയറക്ടർമാർ വളരെ ലിമിറ്റഡ് ആയിരിക്കും, ഷെയർ ഹോൾഡറാണ്. അപ്പം ഈവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഷെയർ ഹോൾഡർ ആകുന്നതിന് നിയമപ്രശ്നമൊന്നുമില്ല, ഷെയർ ഹോൾഡർ ആകാമല്ലോ. അപ്പോൾ ഷെയർ ഹോൾഡർ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അതിലോട്ട് തന്നെ ബെറ്റർ വാട്സപ്പ് ഇട്ടാൽ മതി.
റൈറ്റ്. ഓക്കെ. അപ്പോൾ വാട്സപ്പിൽ തന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങളും ഡേറ്റുകളും എല്ലാം ഓക്കെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നടക്കും. ഓക്കെ. അപ്പോൾ ഇത് കാണുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഞാൻ ഈ വീഡിയോയിലും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ സാറിൻ്റെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന പ്രോഗ്രാംസ്, അതിൻ്റെ ഡേറ്റും വെന്യൂവും ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് ആ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾക്ക് ഈ ബാരിയേഴ്സ് പോവുകയാണ്. ലോകത്ത് എവിടെയും ബിസിനസ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഞാൻ തന്നെ ഒരു 10-66 രാജ്യങ്ങളിൽ കറങ്ങിയതിന് ശേഷമാണ് എനിക്കൊരു ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വന്നില്ല. അത് ഇവിടുത്തെ കോളേജിൽ നിന്ന് പഠിച്ചതല്ല. കോളേജിൽ നിന്ന് പഠിച്ചു, എഴുതാനും ഒക്കെ പഠിച്ചു. പക്ഷേ അപ്പോൾ ഈ അധികം ഈ മൈൻഡ് പവർ ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഒരുപാട് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ ഓൺലൈനിൽ ഇരുന്ന് തന്നെ ഒരുപാട് പേരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ സമയത്ത് ഒരു ത്രില്ലായിട്ട് എടുത്താണ്. അവർ പലരും ഇപ്പോൾ UK പോലും പ്ലേസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു 10-20 അധ്യാപകരെ തന്നെ എടുത്തിട്ട്, കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യണമല്ലോ. അത് കൂടുതലും യൂട്യൂബിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തതും ഇംഗ്ലീഷ് മൂവിയിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളും പിന്നെ ആ ഒരു മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഇംഗ്ലീഷ്, ഒരു ഇംഗ്ലീഷ് മാത്രമല്ല. അപ്പോൾ ലോകത്ത് എവിടെയും ബിസിനസ്, അപ്പോൾ ഈ പ്രധാനമായിട്ടും ബിസിനസ് സ്റ്റുഡൻസ്, MBA പഠിക്കുന്ന സ്റ്റുഡൻസ്, ടെക്നോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആൻഡ് ആന്ത്രപ്രണേഴ്സ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് നടത്തിയിട്ട് പ്രധാനമായിട്ട് നമ്മുടെ ആൾക്കാരെല്ലാം കയറി പോവുകയാണല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും ബിസിനസിൻ്റെ വേൾഡിൽ നിൽക്കാൻ പറ്റി. അപ്പോൾ അതിന് എനിക്കൊരു 10-20 അധ്യാപകരെ പാർട്ട് ടൈം ആയിട്ട് തന്നെയാണെങ്കിലും എടുത്തിട്ട് അവരായിരിക്കണം. ഞാൻ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അവർ വേണം പിന്നെ പഠിപ്പിക്കാൻ. ഓക്കെ. അപ്പോൾ അത് ലാംഗ്വേജ് ട്രെയിനേഴ്സ് ആകണമെന്നുണ്ടോ? നിർബന്ധമില്ല. മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരാണെങ്കിലും. ഇനി അതല്ല പഠിപ്പിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിലും പഠിപ്പിക്കാനുള്ളൊരു പ്രത്യേക താല്പര്യം, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ മോഡ്യൂളെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതങ്ങ് എടുത്ത് ഞാൻ കൂടുതലും ചെയ്യുന്നത് ടെലഗ്രാമിൽ കൂടെയാണ്. ഓരോരോ ഭാഗം ഇട്ട് കൊടുക്കും. അത് മറ്റവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിപ്പിച്ച് അത് വരുമാനം കിട്ടും. അതോടൊപ്പം ചെയ്യുന്നൊരു വലിയ നന്മയാണ്. കാരണം ചെന്നാൽ ബൗണ്ടറി ഇല്ലാതാക്കുക ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പം സാറ് സൂചിപ്പിച്ചത് ടെക്നോളജി അല്ലെങ്കിൽ നോൺ ടെക്നിക്കലായിട്ടുള്ള മേഖലകളിലെ കുറേ അധികം അവസരങ്ങളാണ്. നിങ്ങൾക്ക് ഈ അവസരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. സാറിൻ്റെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും വിജയൻ സാർ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് അംബീഷ്യസ് ആണ് എന്ന് മാത്രവുമല്ല, ആ പ്രോജക്റ്റ് നമുക്ക് യങ്സ്റ്റേഴ്സിന് ഒരുക്കുന്ന അവസരങ്ങൾ അതും വളരെ അംബീഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് നമ്മളോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുമായിട്ട് ഷെയർ ചെയ്ത വിജയൻ സാറിനോട് കരിയർ പാത്വേയുടെ എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ. ഏതായാലും ഈ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.